ഞാനിപ്പോൾ എവിടെ നിങ്ങൾക്കറിയാമോ? ഇതാണ് എൻ്റെ ഇമ്മാൻ്റെ കുടി. ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇമ്മാൻ്റെ കുടി. ഇവിടെ മരങ്ങളാലും വെള്ളങ്ങളാലും കുളങ്ങളാലും ഒക്കെ ചുറ്റിപ്പെട്ട ഒരു പ്രദേശമാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, വരുമ്പോൾ തന്നെ 2 പെരയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ തന്നെ നോക്കൂ, കുറേ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. ഇതൊക്കെ എൻ്റെ ഉപ്പപ്പ ഉണ്ടാക്കിയതാണ് കേട്ടോ, നട്ടു വളർത്തിയതാണ്. ഉപ്പപ്പാക്ക് മീനുകളോടും മരങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്, അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ഇനി ഏതൊക്കെ വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇവിടുത്തെ അപ്പുറത്ത് ഒരു വലിയ കാടാണ്. ഇതിലൂടെ കുറുക്കന്മാരൊക്കെ വരാറുണ്ട്. ഇനി ഉപ്പപ്പാൻ്റെയും എൻ്റെ കസിൻസിൻ്റെയും മീൻ കളക്ഷൻസ് കാണിച്ചു തരാം. ഇത് ഒരു ഗപ്പി ഉണ്ടാണ്. ഇതാണ് ഒരു വലിയ കിണറാണ്. കിണറിലും കുറേ നല്ല മീനുകൾ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ പാറ പൊട്ടിച്ചുണ്ടാക്കിയ കിണറുകളാണ് ഇവിടെയൊക്കെ. നോക്കൂ, ഈ പാറുണ്ട് ഇവിടെ. അതിൻ്റെ താഴെയായാണ് ഇവിടുത്തെ കിണർ വരുന്നത്. ഇതിൽ കുറേ മീനുകളുടെ പേര് പറഞ്ഞാൽ തീരില്ല, അത്രത്തോളം മീനുകൾ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ പാറകൾക്കിടയിലൂടെ ഈ മഴക്കാലമായാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പോലെ ഞാൻ തുള്ളി വരും കേട്ടോ. ഇത് നൊസ്റ്റാൾജിയ ഫീൽ ലഭിക്കുന്ന സ്ഥലമാണ് ഇവിടെ. നോക്കൂ, തുള്ളിയായി ഇങ്ങനെ വരും. ഇവിടെ നോക്കൂ, വെള്ളം ഇങ്ങനെ തുള്ളിയായി വരും. ഇനി എൻ്റെ ഉപ്പപ്പ ഉണ്ടാക്കിയ ഒരു കുളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ കുളത്തിൽ കൈൻ്റെ നീളമുള്ളൊരു മീനുണ്ട്. നോക്കൂ, കൈയിൻ്റെ അത്ര വലിപ്പമുണ്ട്, പക്ഷെ കാണി അതും പോലെ അതിന് ഇവിടെ നോക്കൂ, കുറേ മീനുകളുണ്ട്. അവിടെ നോക്കൂ, ഒരു കൈയിൻ്റെ അത്ര വലിപ്പമുള്ളൊരു മീനാണ് കേട്ടോ അവിടെ ഉള്ളത്. അത് ഇപ്പോൾ വളർത്തിയത് തന്നെയാണ്. നല്ല ഒരു ചെറിയതായപ്പോൾ വാങ്ങിയതിന് എത്ര വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ബൈ ബൈ.